ദൈവത്തിന് മഹത്വം. നോമ്പിൻ ദിനങ്ങളിൽ 4-ാം ദിവസത്തിലെ വചന ധ്യാനത്തിലേക്ക് പ്രാർത്ഥനാപൂർവ്വം സ്വാഗതം. ഇന്നത്തെ ധ്യാനത്തിന് ഇരമ്യാവ് 31:18 വാക്യം. നീ എന്നെ ശിക്ഷിച്ചു, മരുക്കമില്ലാത്ത കാളക്കുട്ടിയെ പോലെ ഞാൻ ശിക്ഷ പ്രാപിച്ചിരിക്കുന്നു. ഞാൻ മടങ്ങി വരേണ്ടതിന് എന്നെ മടക്കി വരുത്തണമേ, നീ എന്റെ ദൈവമായ യഹോവയല്ലോ. ഈ വചനത്തിലൂടെ ദൈവസന്നിധിയിലേക്ക് എന്നെ മടക്കി വരുത്തണമേ എന്ന പ്രാർത്ഥനയ്ക്ക് ഉപയോഗപ്രദമാകും വിധം 3 പ്രധാന ചിന്തകളാണ് നാം ധ്യാനിക്കുന്നത്. ഒന്ന്, ഈ വചനത്തിൽ പ്രതിപാദിക്കുന്ന മരുക്കമില്ലാത്ത കാളക്കുട്ടി എന്താണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്? വ്യക്തമായി നാം മനസ്സിലാക്കിയാൽ, മരുക്കമില്ലാത്ത, പരിശീലനം ലഭിച്ചിട്ടില്ലാത്ത, നുകം വച്ചിട്ടില്ലാത്ത ഒരു കാള യജമാനന് പ്രയോജനമുണ്ടാക്കുന്നില്ല. അത് അതിന് ബോധിച്ച വഴിയിൽ ഓടി നടക്കുന്ന അനുഭവമാണ് നമ്മെ പഠിപ്പിക്കുന്നത്. അതുപോലെ ആത്മീയ പരിശീലനം ലഭിച്ചിട്ടില്ലാത്ത ഒരു വ്യക്തി, ചിട്ടയായി ക്രമമായി ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ കഴിയാത്ത വ്യക്തി ബോധിച്ചതുപോലെ തന്റെ ജീവിതം നയിക്കുന്നു. ആത്മീയ പക്വതയും പരിശീലനവും ലഭിച്ച വ്യക്തിക്ക് വചനത്തിലൂടെയും ദൈവാശ്രയത്തിലൂടെയും തന്റെ ജീവിതം എപ്രകാരം നയിക്കണമെന്നുള്ള വ്യക്തമായ ബോധ്യവും ദർശനവും ഉണ്ടായിരിക്കും. എന്നാൽ ഇവിടെ പ്രതിപാദിക്കുന്നത് ഇസ്രായേൽ ജനം മെരുക്കമില്ലാത്ത കാളക്കുട്ടിയെ പോലെ ആയിപ്പോയി എന്നുള്ളതാണ്. പലപ്പോഴും നമ്മുടെ ജീവിതവും ഇപ്രകാരം ആകാറുണ്ട്. മെരുക്കമില്ലാത്ത, പരിശീലനം ലഭിക്കാത്ത, ചില ചിട്ടകളെ, ക്രമങ്ങളെ ഫോളോ ചെയ്യുവാൻ കഴിയാത്ത ജീവിത സാഹചര്യം ഈ ലോകത്തിന്റെ ലൗകികതയിലും ജഡീകതയിലും അശുദ്ധിയിലും അലഞ്ഞു മേയുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ജീവിതത്തെ വിട്ടുകൊടുക്കുന്നതിന് വേണ്ടി പ്രചോദിപ്പിക്കാറുണ്ട്. അതിനുദാഹരണമാണ് ഈ റീൽസ്, ഷോർട്സ് എന്നിവ ക്രമമില്ലാത്ത സമയം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവം. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ വലിയൊരു ഭാഗം സമയത്തെ ഒക്കെ നഷ്ടമാക്കുന്നത് ഇത്തരത്തിൽ അനുഭവങ്ങളാണ്. അതുപോലെ തന്നെ മറ്റു പല വിധത്തിലുള്ള ലൗകികതയിലേക്കും ടെംപ്റ്റേഷനിലേക്കും വഴുതി വീഴുന്നതിന് നമുക്ക് മുഖാന്തരം ഒരുക്കുന്നത് പലപ്പോഴും ആത്മീയമായ ഈ ഒരു പരിശീലനമില്ലാത്ത, ക്രമമില്ലാത്ത, ചിട്ടയില്ലാത്ത ജീവിതത്തിന്റെ ആ ഒരു അനന്തരഫലമാണ്. ഇത് നമ്മുടെ ജീവിതത്തിന്റെ പരാജയമാണ് എന്ന് നാം വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അതുകൊണ്ട് ഇത്തരം സാഹചര്യങ്ങളിൽ നിന്ന് നാം തിരിച്ചു വരുവാനായിട്ട് ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. അത്തരം സാഹചര്യങ്ങളിൽ നിന്ന് മടക്കി വരുത്തുവാനായിട്ട് ദൈവം നമ്മിൽ ആഗ്രഹിക്കുമ്പോൾ പലപ്പോഴും ചില ശിക്ഷണങ്ങൾ ദൈവത്തിന് നമുക്കായി തരേണ്ടി വരും. കാരണം അത്തരം സാഹചര്യങ്ങളിലൂടെ കടത്തിവിട്ടാൽ മാത്രമേ നാം തെറ്റിൽ നിന്ന്, തിന്മയിൽ നിന്ന് മടങ്ങി വരുന്നത് പൂർണ്ണമാവുകയുള്ളൂ. അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ ചിന്ത ശിക്ഷണവുമായി ബന്ധപ്പെട്ട് തന്നെ നമുക്ക് ചിന്തിക്കാം. ഇവിടെ വചനം വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നീ എന്നെ ശിക്ഷിച്ചു. ദൈവം ശിക്ഷിച്ചത് ശിക്ഷയാണോ ശിക്ഷണമാണോ എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. ദൈവം ശിക്ഷിച്ചത് അതൊരു ഡിസിപ്ലിൻ, അച്ചടക്കത്തിന് വേണ്ടിയിട്ടുള്ള ശിക്ഷണമായിരുന്നു എന്ന് മനസ്സിലാക്കുക. അതൊരു പണിഷ്മെന്റ് അല്ല. മടങ്ങി വരേണ്ടുന്നതിന്, നന്നാകുന്നതിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ചെറിയ അടികണക്കുള്ള ഒരു അനുഭവമായിട്ട് അതിനെ മനസ്സിലാക്കാം. വചനം വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആവർത്തന പുസ്തകം 8-ാം അധ്യായം 5-ാമത്തെ വാക്യം. ഒരു മനുഷ്യൻ തന്റെ മകനെ ശിക്ഷിച്ചു വളർത്തുന്നത് പോലെ ദൈവം തന്റെ മക്കളെ ശിക്ഷിച്ചു വളർത്തുന്നു എന്നുള്ളതാണ്. എന്തിനാണ് ഈ ഡിസിപ്ലിനിലൂടെ, ശിക്ഷണത്തിലൂടെ ദൈവം നയിക്കുന്നത് എന്ന് ചോദിച്ചാൽ, അത് ശരിയായ ഒരു ആത്മീയ പക്വമായ ജീവിതം നയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പാകപ്പെടലിന് വേണ്ടിയിട്ടാണ്. അതാണ് മെരുക്കമില്ലാത്ത കാളക്കുട്ടിയും മെരുക്കമുള്ള കാളക്കുട്ടിയും തമ്മിലുള്ള വ്യത്യാസം. ദൈവം നമ്മിൽ ആഗ്രഹിക്കുന്നത് നാം ഒരു മെരുക്കമുള്ള കാളക്കുട്ടി ആകണമെന്നുള്ളതാണ്. ദൈവത്തിന്റെ പർപ്പസിന് വേണ്ടി, ആവശ്യത്തിന് വേണ്ടി, ദൈവഹിതത്തിന് വേണ്ടി ഉപയോഗപ്രദമായ വണ്ണം നമ്മുടെ ജീവിതം പാകപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതിന് കഴിയാത്ത വിധം ഈ ലോകത്തിലേക്ക്, ലൗകികതയിലേക്ക് സഞ്ചരിക്കുമ്പോൾ ചെറിയ ശിക്ഷണങ്ങൾ നൽകി ദൈവം നമ്മെ മടക്കി വരുത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. ദൈവം നൽകുന്ന ശിക്ഷണങ്ങൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. അതിന് നന്ദി പറയുവാൻ പോലും നമ്മൾ ബാധ്യസ്ഥരാണ്. കാരണം തിന്മയിൽ നിന്ന് ദൈവമേ ചെറു ശിക്ഷണങ്ങളെ നൽകി, ബാലശിക്ഷ നൽകി ഞങ്ങളെ അങ്ങ് മടക്കി വരുത്തുന്നുവല്ലോ എന്ന പ്രാർത്ഥനയോടെ നന്ദി പറയുവാനായിട്ട് നമുക്ക് കഴിയണം. മൂന്നാമത് നാം ധ്യാനിക്കുന്നത്, മടങ്ങി വരവ് നമുക്ക് സ്വതവേ കഴിയുന്ന ഒരു കാര്യമല്ല. അതിനുവേണ്ടി ദൈവത്തോട് സഹായം ചോദിക്കുക. ഈ വാക്യത്തിൽ വ്യക്തമായി അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ മടങ്ങി വരേണ്ടതിന് എന്നെ മടക്കി വരുത്തണമേ. ഞാൻ മടങ്ങി വരേണ്ടതിന് എന്നെ മടക്കി വരുത്തണമേ. നീ എന്റെ ദൈവമായ യഹോവയല്ലോ എന്ന് ഈ പ്രവചനത്തില് ഇരമ്യാവിലൂടെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. നമുക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവ്, എൻ്റെ സ്വന്തം ശക്തി കൊണ്ട്, എൻ്റെ സ്വന്തം ശ്രമങ്ങൾ കൊണ്ട്
എനിക്ക് കഴിയാത്ത ഒന്നാണ് ശരിയായ ഒരു മടങ്ങിവരവ്, ശരിയായ ഒരു ആത്മതപനം, ശരിയായ ഒരു അനുതാപം, ശരിയായ ഒരു പശ്ചാത്താപം, ശരിയായ ഒരു ഏറ്റുപറച്ചിൽ. ഇതൊക്കെ എനിക്ക് സ്വതവേ കഴിയാതെ പോകുന്നു. അല്ലെങ്കിൽ ഞാൻ അത്തരത്തിൽ ശ്രമിക്കുമ്പോൾ അത് നാട്യങ്ങളോ അഭിനയമോ ഒക്കെ ആയി മാറുന്നു. എന്നാൽ എൻ്റെ ദൈവമേ, അങ്ങ് എന്നെ സഹായിച്ചാൽ എനിക്ക് ശരിയായിട്ട് അനുതപിച്ച് ഒരു റിപ്പന്റന്റ് മനോഭാവത്തോടുകൂടെ അങ്ങിലേക്ക് അടുത്തു വരുവാൻ എനിക്ക് കഴിയും. അതിനെന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയണം. ഈ വചനധ്യാനം ദൈവത്തിലേക്കുള്ള മടങ്ങി വരവ് അല്പക്കൂടെ ഈസിയായി ദൈവകൃപയോടുകൂടി അനുഭവിക്കുന്നതിന് നമുക്ക് സഹായകരമാകട്ടെ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളെ ഒരു മകനെ പോലെ ശിക്ഷിച്ച് പരിപാലിക്കുന്ന കർത്താവേ, ഞങ്ങൾ മെരുക്കമില്ലാത്ത കാളക്കുട്ടിയെ പോലെയല്ല, ആത്മീയ പക്വതയും പരിശീലനവും ലഭിച്ച ജീവിതം നയിക്കുവാൻ തക്കവണ്ണം മെരുക്കമുള്ള കാളക്കുട്ടിയെ പോലെ അങ്ങ് നൽകുന്ന ശിക്ഷണങ്ങൾ ഏറ്റുവാങ്ങി അങ്ങയുടെ മക്കളായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. മടങ്ങി വരവ് ഞങ്ങൾക്ക് സ്വതമേ സാധ്യമല്ല. അങ്ങയുടെ സഹായത്തിന് വേണ്ടി ഞങ്ങൾ വിനയപ്പെടുമ്പോൾ അങ്ങേ സ്നേഹത്തിൽ ഞങ്ങളെ നയിക്കുകയും ആത്മാവിനാൽ സഹായിക്കുകയും ചെയ്യണമേ. ആമേൻ.